ഓക്കെ, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആക്ച്വലി ഇത് നമ്മുടെ TCS വരുന്നതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു സ്കൂട്ടർ ക്യാഷ് ഡൗൺ പേയ്മെന്റ് ആയിട്ട് വാങ്ങിക്കുന്നു, 16,224 കൊടുക്കുന്നു. എന്നിട്ട് പറയുവാണ് 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ബാക്കിയുള്ള എമൗണ്ട് തിരിച്ചടക്കുന്നു. ആ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഇക്വാലന്റ് ടു ദ എമൗണ്ട്, ഈ ഒരു എമൗണ്ടിന് ഇക്വലന്റ് ആണ്. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് 4%. അത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു സ്കൂട്ടർ എത്ര രൂപയ്ക്ക് വാങ്ങിക്കുന്നു, എന്നിട്ട് അവൻ ആദ്യമേ 16,224 അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. 16,224 അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കിയുള്ള എമൗണ്ട് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നു. ആ 2 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എമൗണ്ടിന് ഇക്വലന്റ് ആണ്. അതാണ് രണ്ടാമത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, ഇൻസ്റ്റാൾമെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ട്, 4% എന്ന് പറഞ്ഞാണ് തന്നിട്ടുള്ളത്. 4% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/25 ആണ്. അതായത് 4/100 ചെയ്യുമ്പോൾ 1/25 എന്ന് കിട്ടും. ഇതിനർത്ഥം 25 രൂപ ഇട്ട് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ അത് 26, 1 രൂപ കൂടി 26 തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻസ്റ്റാൾമെന്റിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എത്ര ഇൻസ്റ്റാൾമെന്റ് ആണ് നോക്കുക, അല്ലെങ്കിൽ എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഇത് റീപേ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇവിടെയാണെങ്കിൽ 2 ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ 625, 676. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇനി ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന 676 എന്ന് പറയുന്നത് ഈക്വൽ ഇൻസ്റ്റാൾമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതിന് 676 ഈക്വൽ ഇൻസ്റ്റാൾമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇതും 676 ആണ്, ഇത് രണ്ടും ഇൻസ്റ്റാൾമെന്റിന് കറസ്പോണ്ടിങ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 26 സെയിം ആക്കണം. 26നെ 676 ആക്കണം. അതിന് ഈ ഒരു എന്തുവാ റേഷ്യോനെ നമുക്ക് എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 26 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 650 വരും, ഇവിടെ 676 വരും, ഇത് 676 വരും, ഇവിടെ 625 വരും. ഇനി ഈ കിട്ടുന്ന സമ്മ്, ഓക്കെ, ഇത് തമ്മിൽ കൂട്ടിക്കഴിയുമ്പോൾ 1275 വരും. ഇതായിരിക്കും നമ്മൾ ഇനിഷ്യലി എടുത്തിട്ടുള്ള സമ്മ്. ആ സമ്മിന് ഇൻട്രസ്റ്റ് ഒക്കെ കണക്കാക്കിയിട്ട് എന്താ പറയുന്ന 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കണക്കാക്കിയ എമൗണ്ട് ആണ് ഈ കിടക്കുന്ന 676. നമ്മൾ ആക്ച്വലി തിരിച്ചടക്കേണ്ടത്, അതായത് 1275 കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ചേർത്ത് 676ന്റെ 2 ഗഡുക്കളായിട്ടായിരിക്കും തിരിച്ചടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എമൗണ്ട് ആയിരിക്കും നമ്മൾ അവിടെ തിരിച്ചടക്കപ്പെടുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന ആ വ്യത്യാസമായിരിക്കും ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 676ന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യനിൽ 16,224 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ഈ ക്യാഷ് ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇക്വാലന്റ് ടു എമൗണ്ട് ഇൻ ദ നെക്സ്റ്റ് 2 ഇയർ. ഓക്കെ, ഇയർലി ഇൻസ്റ്റാൾമെന്റ് ഓഫ് ഇക്വാലന്റ് ടു ദ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ടിന് ഇക്വാലന്റ്. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എത്ര കിട്ടും, 24 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ നമ്മുടെ സമ്മ എത്രയായിരിക്കും, 1275. 1275ന് കറസ്പോണ്ടിങ് ഒരു യൂണിറ്റ് 24 ആണെങ്കിൽ 1275 യൂണിറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് 30,600 എന്ന് പറഞ്ഞ് കിട്ടും. 30,600. ഈ 30,600 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ എന്തോ ഒരു എമൗണ്ട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യമേ ഒരു അഡ്വാൻസ് ആയിട്ട് 16,224 കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 ഗഡുക്കളായിട്ട് കൊടുക്കുമല്ലോ ഒരു എമൗണ്ട്. ആ ഒരു എമൗണ്ട് ആണ് ഈ പറയുന്ന 30,600. ഈ 30,600 അപ്പൊ ഇത് വെറുതെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ 30,600 തന്നെ തിരിച്ച് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കടം കൊടുക്കുന്ന ആൾക്ക് ഒരു ലാഭമില്ല. അതിന് ഇൻട്രസ്റ്റും കൂടി കണക്കാക്കിയിട്ടാണ് സത്യം പറഞ്ഞ ഇൻസ്റ്റാൾമെന്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ആക്ച്വലി എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും, ഈ 30,600ന്റെ കൂടെ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചിട്ടുള്ള, ഡൗൺ പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുള്ള ഈ ഒരു എമൗണ്ടും കൂടി കൂട്ടുകയായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്ന ഇനിഷ്യൽ എമൗണ്ട്. അത് എത്ര വരും, 46,824. കൂട്ടിക്കഴിയുമ്പോൾ 46,824 എന്ന് കിട്ടും. ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.